ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്ന് എന്തോ വലിച്ചു നീക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടു. ആദ്യത്തിൽ ഞാൻ വിചാരിച്ചത് എലിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മൃഗങ്ങൾ വല്ലതും ആകാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ശബ്ദം വളരെ ഭാരമുള്ളതായിരുന്നു, മരം വലിക്കുന്നത് പോലെ. ഞാൻ ടോർച്ചെടുത്ത് മുകളിലേക്ക് പോയി. അവിടെ ആരുമില്ല. പക്ഷേ നിലത്ത് പുതുതായി ഉണ്ടായ പോലെ പൊടിപടലത്തിൽ പാദമുദ്രകൾ കാണാമായിരുന്നു. അത് മൃഗത്തിൻ്റെയോ മനുഷ്യൻ്റെയോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. ആ പാദമുദ്രകൾ മനുഷ്യൻ്റേതായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷേ അവ പുറത്തേക്കല്ല, മതിലിനടുത്ത് അത് അവസാനിച്ചു. അടുത്ത ദിവസങ്ങളിൽ ലൈറ്റ് സ്വയം ഓണാകും, അടച്ച വാതിൽ തുറക്കും, ആരോ പേരെടുത്ത് വിളിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ ഒരു രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ എൻ്റെ കിടക്കയുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നി. കണ്ണു തുറക്കാൻ പേടി. ധൈര്യം കൂട്ടി നോക്കിയപ്പോൾ കറുത്ത നിഴൽ പോലെ എന്തോ വാതിലിന് സമീപം നിന്നു. അത് പതുക്കെ പിന്നോട്ട് നീങ്ങി. വാതിൽ തുറക്കാതെ മറഞ്ഞുപോയി. അടുത്ത ദിവസം നാട്ടിലെ ഒരു മുതിർന്ന ആളോട് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ മുമ്പ് താമസിക്കുന്ന ഒരാൾ അപ്രതീക്ഷിതമായി ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം പലരും ഇവിടെ നിന്ന് പോയി. പലരും വന്ന് താമസിച്ചു. ഒത്തിരി നാൾ തികയുന്നതിന് മുന്നേ അവർ അവിടുന്ന് വീട് ഉപേക്ഷിച്ചു പോയി. ആ സമയം എൻ്റെ ശരീരമൊട്ടാകെ തണുപ്പ് പടർന്നു. ഒരു ദിവസം മഴ കനത്ത രാത്രി, എല്ലാവരും വീട്ടിലില്ല, ഞാൻ ഒറ്റയ്ക്ക്. ആ വീട്ടിലെ മുകളിലത്തെ നിലയിൽ നിന്ന് ശക്തമായ ശബ്ദം. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് മുകളിലേക്ക് പോയി. വാതിൽ തുറന്നപ്പോൾ അവിടെ ആരുമില്ല. പക്ഷേ ക്യാമറയിൽ ഒരു നിഴൽ വാതിലിന് പിന്നിലൂടെ നീങ്ങുന്നതായി റെക്കോർഡായി. അന്ന് രാത്രി തന്നെ ഞങ്ങൾ ആ വീട് വിട്ടു. ഇന്ന് ഞാൻ ആ അനുഭവത്തെ വീണ്ടും ഓർക്കുമ്പോൾ ഇത് ശ്രമമാകാം. പഴയ വീടുകളിൽ ഒരു കാലാവസ്ഥ മാറുമ്പോൾ ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമുണ്ടാകാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഷാഡോ ഹാലൂസിനേഷൻ ഉണ്ടാകാം. അങ്ങനെ ഭയം മനസ്സിനെ വഞ്ചിക്കും. പക്ഷെ ആ ക്യാമറയിൽ വന്ന നിഴൽ, അത് എന്താണ്? അതിന്നും എനിക്കൊരു ചോദ്യമാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യം. ഇങ്ങനെ പലർക്കും പാരാനോർമൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഈ അനുഭവം നിങ്ങൾ എന്താണ് വിശ്വസിപ്പിക്കുന്നത്?
ആത്മാവുകളുണ്ടോ, അല്ലെങ്കിൽ എല്ലാം മനസ്സിന്റെ കളിയാണോ? കമന്റിൽ നിങ്ങൾ അഭിപ്രായം പറയൂ. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ പാരാനോർമൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗോസ്റ്റ് ആക്ടിവിറ്റീസ് നിങ്ങളെ കമന്റിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ വിലയേറിയ കമന്റിൽ ഇതെല്ലാം രേഖപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ റിയൽ ലൈഫ് അനുഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.